ഹലോ ഗായ്സ്, നമ്മുടെ ഫൈനൽ ഡേ ആണ് ഇന്ന് പാരീസിൽ. ഇത് കഴിഞ്ഞ് നമ്മളിന്ന് ഡെൻമാർക്കിലേക്ക് തിരിച്ചു പോകും. നമ്മൾ അവിടെ നോട്ടർഡാം കത്തീഡ്രൽ കണ്ട ശേഷം നമ്മൾ മൊണാലിസേനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെയിൻ നദിക്കരയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലൂവർ മ്യൂസിയത്തിലെത്തി. ഇവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്ന് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഉള്ളിൽ കയറി. ഇത് വളരെ വലിയൊരു മ്യൂസിയമാണ്. പണ്ട് ഇവിടെ ആയിരുന്നു വേഴ്സായി കൊട്ടാരത്തിലേക്ക് മാറുന്നതിൻ്റെ മുന്നേ രാജാക്കന്മാരുണ്ടായിരുന്നത്, ലൂയി 14. അപ്പം അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇത് വലിയ ഒരു മ്യൂസിയം ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒരാൾ ഒരു ചിത്രത്തിൻ്റെ മുന്നിൽ നിന്നാൽ തന്നെ ഒരു 3-4 മാസം വേണ്ടി വരും അത്രേ ഇതിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങൾ കണ്ടു തീർക്കാൻ. അതുപോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫുള്ളൊന്നും കാണുന്നില്ല, കാരണം തീരൂല. അപ്പോൾ നമ്മളിന്ന് പ്രധാനപ്പെട്ട മൊണാലിസേനയും കാണുന്നുണ്ട്, പിന്നെ ചില പ്രത്യേക റൂംസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റിങ് കളക്ഷൻസ് കാണാം. കുറച്ചെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അതാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ കണ്ടതൊക്കെ ഞങ്ങൾ കാണിക്കാം. ഈ ഹാളിൽ നമ്മൾ വേഴ്സായി കൊട്ടാരത്ത് കണ്ട പോലെയുള്ള കലാപരമായിട്ടുള്ള വർക്കുകൾ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് രാജാവ് ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമുക്ക് കാണാനുള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. രാജാവിൻ്റെ ടീപ്പോയ്, രാജാവ് ഉപയോഗിച്ച പാത്രങ്ങൾ, പിന്നെ രാജാവ് ധരിച്ചിരുന്ന ക്രൗണ്, കിരീടം, പിന്നെ രാജാവിൻ്റെ പത്നി അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ, അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും.
ഇതാണ് രാജാവിൻ്റെ ക്രൗൺ കേട്ടോ. ഇനി നമ്മൾ ഒരു പ്രത്യേക റൂമിലേക്ക് കടക്കുകയാണ്. നമ്മൾ മൊണാലിസ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ അതിൻ്റെ സെറ്റപ്പ്. കാരണം ഞാൻ കരുതിയത് ഒരു വലിയ ചിത്രമാണെന്നാ. നോക്ക്, ഒരു കുഞ്ഞു പോർട്രേറ്റാണ് ശരിക്കും മൊണാലിസ എന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. മൊണാലിസേൻ്റെ ചിത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു ചിത്രം കാണാം. ഇതാണ് കാനായിലെ കല്യാണം. അങ്ങനെ പാരീസ് ട്രിപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാം ഇന്ന് ഉച്ചയോടെ കണ്ട് തീർത്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ അവിടുന്ന് നേരെ ഡെൻമാർക്കിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ.